അങ്ങനെ കണിയൊക്കെ കണ്ട് പിന്നെ കിടക്കാനൊന്നും പോയില്ല കേട്ടോ. ആ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും അടുക്കളയ്ക്ക് എത്തി. അതിന് അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് കണി കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അരച്ച് വെച്ചതാണ്. ഒരു 1.5 മണിക്കൂറിൽ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ചായക്കടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നന്നായാവും, എന്തൊരു സുഖാച്ചിട്ടാ. അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്തു. ഉച്ചയ്ക്ക് ഇനി പൊണ്ണി ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഉണ്ണിക്ക് സ്കൂളിലേക്ക് പോണതാണ് കേട്ടോ സന്തോഷം. അതുകൊണ്ട് പിന്നെ നമ്മൾ ലീവ് എടുക്കുന്ന കാര്യം ഒന്നും പറഞ്ഞതേ ഉണ്ടായില്ല. വന്നിട്ട് വിഷുവിന്റെ പായസം കുടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ കഴിക്കണത് തന്നെ. ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ സദ്യയുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടോ. കുറച്ചല്ലേ ഉണ്ടാക്കേണ്ടി വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്നായി. സാമ്പാറും അവിയലും മാത്രമേ ഞങ്ങൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കുറച്ച് തന്നെ മതി. നാട്ടിലാണെങ്കിൽ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു നോൺ വെജും കൂടി ഉണ്ടാവും. മലബാറിലുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. സദ്യയും അതിന്റെ കൂടെ പായസമൊക്കെ കഴിച്ചപ്പോഴേക്കും ഞാനൊരു സൈഡായി. ഇനി കുറച്ച് ദിവസത്തിന് ഒന്നും ഉണ്ടാക്കണ്ട, ഫ്രിഡ്ജ് ഇങ്ങോട്ട് തുറന്നാൽ മാത്രം മതി. അതാണ് ഒരു സമാധാനം. ഉണ്ണി വന്നത് തന്നെ അമ്മ പായസം എന്ന് പറഞ്ഞിട്ടാണ്. നല്ല പാലടയിലേക്ക് പപ്പടവും പഴവും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു.